ഊഞ്ഞാലിലാടുന്ന മണിമേഘവന്ന നിൻ തിരുമുടിയിൽ ഇളകിയാടുന്ന മയിൽപീലി വന്നം നിന്റെ പാൽ പുഞ്ചിരി ഒന്നലിഞ്ഞു ചേരാ കൊതിയാവുന്നു കണ്ണ കണ്ണ നിന്നെ കാണാൻ ഞാനുമെത്തുന്നു കണ്ണ. ഹരേ കൃഷ്ണ രാധേശ രാധേശ, ഹരേ നാരായണ ഹരേ നാരായണ, ഹരിയും ഹരിയും. ഭഗവാന്റെ ഇന്നത്തെ ഉച്ചപൂജ അലങ്കാരം വന്നിട്ടുണ്ടല്ലേ. എങ്ങനെയാണ് ഉച്ചപൂജ നട അടച്ച് തുറന്ന് ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമ്മൾ എല്ലാവരും കാത്തിരിക്കുകയാണ്. എൻ്റെ ശബ്ദത്തോടൊപ്പം തന്നെ എല്ലാവരും എന്നോടൊപ്പം ശ്രീലകത്തേക്ക് പോരാ, ആ ഗുരുഭവനപുരിയിലേക്ക് പോരാ. ഇന്ന് കണ്ണൻ എങ്ങനെയാ ഇരിക്കുന്നതെന്ന് കാണണ്ടേ? ആ പൊന്നുണ്ണിക്കണ്ണനെ കാണാനായിട്ട് നമുക്ക് ഒരുമിച്ച് പോവാം. എല്ലാവരുടെയും മനസ്സ് എന്നോടൊപ്പം വരിക. ഹരേ കൃഷ്ണ. ആ കൊടിമരത്തിന്റെ കീഴേ കൂടെ നമ്മൾ അങ്ങ് പോവാണ്. ആ ശ്രീലകത്ത് അതാ പൊന്നുണ്ണിക്കണ്ണ ഇരിക്കുന്നു. നേരത്തെ പാടിയ പോലെ അതാ പൊന്നൂഞ്ഞാലിൽ ഇരുന്ന് ആടാണ് പൊന്നുണ്ണിക്കണ്ണൻ. ആ മനോഹരമായ ഭാവത്തെ മനസ്സിലേക്ക് കൊണ്ടുവരാ. ആ രണ്ട് കൈയും ആ പൊന്നൂഞ്ഞാലിൽ ഇരുന്ന് ഇങ്ങനെ ആടുന്ന ആ മനോഹരമായ മുഖത്തെ, ആ പുഞ്ചിരിയെ എല്ലാം നമുക്ക് മനസ്സിലേക്ക് കൊണ്ടുവരാം. ആ പുഞ്ചിരിയിലുണ്ടല്ലേ നമ്മളെ ഇത്രയധികം സ്നേഹിക്കുന്ന, നമ്മൾ ഇത്രയധികം അറിയുന്ന, മനസ്സിലാക്കുന്ന, നമ്മളെ കാത്തു നിൽക്കുന്ന, നമുക്ക് ഓരോരുത്തർക്കായിട്ട് നമ്മളെ കാത്തിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമുക്ക് എല്ലാവർക്കും ആശ്വാസമാവാനായിട്ട്, കുളിരേകാനായിട്ട്, ആ പുഞ്ചിരിയിലൂടെ അലിഞ്ഞു ചേരാനായിട്ട്, ആ പാൽപുഞ്ചിരി ഒന്ന് കാണണ്ടേ? അത് കാണാനായിട്ട് അതാ നമ്മളെ ആ ഗുരുഭവനപുരയിൽ, ആ ശ്രീലകത്ത് എത്തുകയാണ്. ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ ഭാവം മനസ്സിലേക്ക്, എല്ലാവരുടെ മനസ്സിലേക്ക് കൊണ്ടുവരാ. ആ കരുണാമയനായ, ആ പ്രപഞ്ച സൃഷ്ടാവായ ആ പൊന്നു ഗുരുവായൂരപ്പനെ നമുക്ക് കാണാം. പൊന്നൂഞ്ഞാലിൽ ഇരുന്ന് ആടാണ് അല്ലെ, ആടിക്കൊണ്ടിരിക്കുകയാണ് അല്ലെ. ഒരു താളത്തിൽ അങ്ങനെ രണ്ട് കൈയും പിടിച്ചുകൊണ്ട് കാലുകളൊക്കെ താഴേക്ക് ഇട്ടുകൊണ്ട് അരമണിക്ക് ഇങ്ങനെ കാൽത്തളമൊക്കെ ആയിട്ട് ആ തിരുമുടി ഉണ്ട്. പിന്നെന്തൊക്കെയാണ്? കൈവളകള്, തോൾവളകള്, അങ്ങനെ കാലിലെ പൊന്നു പാദസരം കാണാം. എല്ലാം നല്ല മനോഹരമായിട്ട് ഇങ്ങനെ വീതി കൂടി അരപ്പട്ട കാണാം. 2-3 ഉണ്ടമാലകൾ കാണാം. ആ വനമാല ചൂടിയിട്ടുണ്ട്. ഉണ്ടമാല തെച്ചി തുളസി ആയിട്ടുള്ള ഉണ്ടമാലയൊക്കെ ഇട്ടിട്ടുണ്ട്. ആ 2-3 വനമാലകളൊക്കെ ചേർത്തിട്ടുണ്ട്. അതിമനോഹരമായിട്ട് ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ കാണാനായിട്ട് കാത്തു നിൽക്കുകയാണ്. ആ കണ്ണനെ കാണാനായിട്ട് നമ്മളതാ ശ്രീലകത്ത് എത്തിയിരിക്കുകയാണ് അല്ലെ. ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നുണ്ണിക്കണ്ണന്റെ ആ ഊഞ്ഞാലിലാടുന്ന ആ സന്തോഷത്തെ നമ്മൾ അറിയുകയാണ് അല്ലെ. കണ്ണൻ അതാ നമ്മളോടൊപ്പം സന്തോഷത്തെ, ആ സ്നേഹത്തെ നമുക്ക് മനസ്സിലാക്കി തരികയാണ്. നമ്മുടെ സർവ്വദുഃഖങ്ങളും ദുരിതങ്ങളും കഷ്ടപ്പാടുകളും ഒക്കെ അറിഞ്ഞുകൊണ്ട് ആ ശ്രീലകത്തിരുന്നിട്ട് നമ്മളെ സമാധാനിപ്പിക്കാനായിട്ട്, ആശ്വസിപ്പിക്കാനായിട്ട് ഞാനുണ്ട് കൂടെ എന്ന് പറയാനായിട്ട് ഈ പൊന്നു കണ്ണനല്ലാതെ, ആ പാൽപുഞ്ചിരി അല്ലാതെ വേറെന്താ നമുക്കുള്ളത്? അങ്ങനെയുള്ള ആ പൊന്നുണ്ണിക്കണ്ണനെ കണ്ടുകൊണ്ട് മനസ്സിലേക്ക് കൊണ്ടുവരാ. ആ കണ്ണനെ ഇങ്ങനെ മനസ്സിൽ കൊണ്ടുവരാ. ഹരേ കൃഷ്ണ. ആ പൊന്നുണ്ണിക്കണ്ണന്റെ ആ പൊന്നുപാദങ്ങളിൽ സർവ്വദുഃഖങ്ങൾ സമർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും ഭഗവാനിൽ ചേർന്ന് നിന്നുകൊണ്ട്, കണ്ണനെ അറിഞ്ഞുകൊണ്ട്, ആ സ്നേഹസാഗരത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് എല്ലാവർക്കും ഭഗവാന്റെ ആ പൊന്നു തൃപ്പാദങ്ങളിൽ നമസ്കരിക്കാൻ സാധിക്കട്ടെ. അതാ കണ്ണൻ ഇങ്ങനെ നമ്മൾ നോക്കുകയാണ് അല്ലെ. ആ ശ്രീലകത്ത് നെയ്ത്തിരി വട്ടത്തിന്റെ ആ തിളക്കത്തിൽ, അതിമനോഹരമായ സ്വർണശോഭയിൽ തിളങ്ങി നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണൻ നമ്മളെ അടുത്തേക്ക് എത്തുകയാണ് അല്ലെ. ആ കാറ്റായിട്ട്, കുളിർ മഴയായിട്ട് ഭഗവാനെ തൊട്ട് തലോടിക്കൊണ്ട് ഇങ്ങനെ കടന്നു വരുന്ന ആ കർപ്പൂരത്തിന്റെയും ചന്ദനത്തിരിയുടെയും
താമരയുടെയും എല്ലാം തുളസീൻ്റെ ഒക്കെ ആ ഗന്ധം നമ്മളെങ്ങനെ ചുറ്റിയാണ് നമ്മളിലൂടെ ഇങ്ങനെ കടന്നു പോവാണ്. മുടിയൊക്കെ പാറിപ്പറക്കുന്നുണ്ട് അല്ലേ? ആ മനോഹരമായ കാറ്റിൽ, ആ സന്തോഷത്തിൽ കണ്ണനോടൊപ്പം ഊഞ്ഞാലാടാനായിട്ട് നമ്മളെ കൂടി വിളിക്കുകയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു കണ്ണനെയാണ് ഇന്ന് ശ്രീലകത്ത് കാണുന്നത്. ഓരോ ഭാവവും നമുക്ക് എത്രമാത്രം സന്തോഷം തരുന്നുണ്ടല്ലേ? ഓരോ ദിവസത്തെ ഉച്ചപൂജ അലങ്കാരത്തില് കണ്ണൻ നമ്മളോടൊപ്പമാണ് എപ്പോഴും, സദാസമയം. നമ്മൾ അറിഞ്ഞുകൊണ്ട് ഇരിക്കുന്ന ഏകൊരാൾ സശാൽ പൊന്നു ഗുരുവായൂരപ്പനാണ്. ആ കണ്ണനെയാണ് നമ്മൾ ഇന്ന് കാണുന്നത്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ആ തൃപ്പാദങ്ങളെ നമസ്കരിച്ചുകൊണ്ട് അങ്ങനെ നമ്മളിന്ന് തിരിയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ ഭഗവാനെ കണ്ടുകൊണ്ട്, ഭഗവാന്റെ ആ പുഞ്ചിരി, ആ കണ്ണുകളിലെ തിളക്കം, ഗോപീചന്ദനക്കുറി ഒക്കെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ ലയിച്ചു നിൽക്കുകയാണ്. ആ കണ്ണൻ്റെ ആ മനോഹരമായ രൂപത്തെ മനസ്സിലിങ്ങനെ പ്രതിഷ്ഠിക്കുക. എല്ലാറ്റിനും കണ്ണനുണ്ട് കൂടെ. കണ്ണൻ പറയുന്നുണ്ട്, ഞാനുണ്ട് കൂടെ, പിന്നെ എന്തിനാ വിഷമിക്കുന്നത് എന്ന് നമ്മളോട് കണ്ണൻ എപ്പോഴും സദാസമയം പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെയുള്ള പൊന്നു കണ്ണനെ കണ്ടുകൊണ്ട് നമ്മളതാ ഒന്ന് തിരിയാണ് അല്ലേ? അങ്ങനെ ഗണപതി ഭഗവാനെ കാണുന്നു. താണ് തൊഴുത് ഭഗവാനെ കണ്ട് ഹെത്തമിട്ടുകൊണ്ട് തൊഴുതുകൊണ്ട് അങ്ങനെ അവിടെ നിന്ന് തിരിയുന്നു. ദശാവതാരം കുത്തിവെച്ചിട്ടുള്ള ആ തൂണുകളൊക്കെ കാണുന്നു. അത് കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ശോതാമേരിക്കുന്ന ഭഗവാന്റെ പൊന്ന തൃപ്പാദങ്ങളെ വന്നു വീണിട്ടുള്ള ആ തുളസിയുടെയും തെച്ചിയുടെയും ആ നന്ദ്യാർവട്ട പൂക്കളുടെയും താമര ഇതളുകളും ഒക്കെ നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. കളഭവും ചന്ദനവും നമുക്ക് അവിടെ നിന്ന് കിട്ടുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ സശാൽ അനന്തശായിയായിട്ടുള്ള പൊന്നു ഭഗവാനെ അവിടെ കാണുന്നുണ്ട് അല്ലേ? അവിടെ നെയ്ത്തിരി വിളക്കിലിങ്ങനെ ആ അതിമനോഹരമായിട്ടുള്ള അനന്തശായിയായിട്ടുള്ള പൊന്നു ഗുരുവായൂരപ്പനെ നമ്മൾ അവിടെ നിന്ന് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മളിങ്ങനെ നീണ്ടു നേർന്ന് നമസ്കരിക്കാനായിട്ട് ആ പൊന്നു ഗുരുവായൂരപ്പൻ ഓടി നടന്ന ആ കുഞ്ഞു പാദങ്ങൾ ഇങ്ങനെ പതിഞ്ഞ ആ സ്റ്റോണൊക്കെ പതിച്ചിട്ടുള്ള ആ ഫ്ലോർ ഉണ്ടല്ലോ, അവിടെ നമ്മളിങ്ങനെ നമസ്കരിക്കുകയാണ്. അയ്യോ, എന്ത് ഭാഗ്യല്ലേ! ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. പൊന്നുണ്ണിക്കണ്ണൻ അതാ അവിടെ ഇവിടെയൊക്കെ നിന്ന് നമ്മളെ നോക്കുന്നുണ്ട്. നമ്മുടെ കൂടെ തന്നെയുണ്ട്, ഉറപ്പായിട്ടും നമ്മുടെ കൂടെ തന്നെയുണ്ട്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് ദേവീ ദേവന്മാരെയൊക്കെ കണ്ടുകൊണ്ട് സ്തുതിച്ചുകൊണ്ട് ആകാശമൊക്കെ കണ്ടുകൊണ്ട് നമ്മളതാ നോക്കുന്നു. മണിക്കിണർ കാണുന്നുണ്ട് അല്ലേ? നേരത്തെ പറഞ്ഞ പോലെ മണിക്കിണർ കാണുന്നുണ്ട്. അതാ താമരക്കണ്ണനെ കാണുന്നുണ്ട്. താമരക്കണ്ണനെ കാണാതെ പോരാൻ പറ്റുമോ? ഇല്ല, താമരക്കണ്ണനെ കാണണം. കാണാതെ കണ്ണൻ എപ്പോഴും നമ്മളോടൊപ്പം ഉള്ളത് ആ താമരക്കണ്ണനിലൂടെയാണ്. താമരക്കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് നമ്മളിങ്ങനെ ആ കിലുക്കത്തോടെ, ആ പൊന്നു പാദസരത്തിന്റെ കിലുക്കം നമ്മളിലേക്ക് എത്തണമെങ്കിൽ താമരക്കണ്ണനെ കാണണം. കാണാതെ പറ്റില്ല. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുണ്ണിക്കണ്ണന്റെ കൈ പിടിച്ചുകൊണ്ട് ആ പൊന്നോടക്കുഴൽ ഇങ്ങനെ വീശിക്കൊണ്ട് അതാ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ കൂടെ ഇങ്ങനെ ഇറങ്ങി വരാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും ആ കൊടിമരത്തിന്റെ കീഴേ വന്നിട്ട് വീണ്ടും ഒന്ന് നോക്കുകയാണ് കണ്ണനെ. കണ്ടിട്ടും മതിയാവാത്ത നമ്മുടെ ആ പൊന്നുണ്ണിക്കണ്ണൻ ഊഞ്ഞാലാടുന്നത് വീണ്ടും ശ്രീലകത്തിരുന്ന് കാണാണ്. നമ്മളെ മാത്രം നോക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മൾ വീണ്ടും അവിടെ നിന്ന് കാണാണ്. ആ നെയ്ത്തിരിവട്ടം നമ്മുടെ കൂടെ പോരാണ്, മനസ്സിൽ പതിയാണ്. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. ആ പൊന്നു ഗുരുവായൂരപ്പൻ നമ്മുടെ കൂടെ വരുന്നു. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ. വീണ്ടും നാമം ജപിക്കുന്നു. എന്നോടൊപ്പം ആ ഗുരുഭവനപുരിയിൽ ആ ശ്രീലകത്ത് എത്തിയ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം ഉണ്ടാവട്ടെ. അവിടെയുള്ള എല്ലാവർക്കും, ഭഗവാന്റെ ആശ്രിതരായിട്ടുള്ള എല്ലാ വിശ്വാസികൾക്കും, എല്ലാവർക്കും, എല്ലാ ഭക്തർക്കും ഭഗവാന്റെ അനുഗ്രഹം നിറഞ്ഞു തുളുമ്പട്ടെ. അങ്ങനെ ഭഗവാനെ കണ്ടുകൊണ്ട് നമ്മളിങ്ങനെ തിരിച്ചു പോരുകയാണ്. എൻ്റെ വാക്കുകളിൽ ഭഗവാന്റെ ഉച്ചപൂജ അലങ്കാരം പറയുമ്പോൾ എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എന്തെങ്കിലും തെറ്റുകളോ കുറ്റങ്ങളോ ഒക്കെ
പെട്ടെന്നല്ലേ പറയുന്നത്. അപ്പോൾ സംഭവിക്കുകയാണെങ്കിൽ അതിനും ഭഗവാന്റെ അനുഗ്രഹം വേണം. കണ്ണൻ്റെ അനുഗ്രഹം ഇല്ലാതെ എനിക്കിത് പറയാൻ സാധിക്കില്ല. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. അങ്ങനെ പൊന്നുപാദങ്ങളെ എല്ലാം സമർപ്പിച്ചുകൊണ്ട് ആ പൊന്നു ഗുരുവായൂരപ്പനെ കണ്ടുകൊണ്ട് മനസ്സ് നിറഞ്ഞുകൊണ്ട് തിരികെ പോരുകയാണ്. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. നമ്മളെ നോക്കി ഇങ്ങനെ കൈ കൊണ്ട് ടാറ്റ കാണിക്കുന്ന പൊന്നുണ്ണിക്കണ്ണൻ അതാ നിൽക്കും. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. എല്ലാവർക്കും ഭഗവാന്റെ നിത്യമായ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ. എല്ലാവർക്കും മനസ്സമാധാനം, ശാന്തിയും ഒക്കെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ, ഹരേ കൃഷ്ണ. രാധേശ്വരം, രാധേശ്വരം. ഹരേ നാരായണ, ഹരേ നാരായണ. ഹരി ഓം, ഹരി ഓം.